നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പേടിക്കണ്ട, ഞാനാ, ശത്രുവല്ല. അതിന് ഞാൻ പേടിച്ചൊന്നുമില്ലല്ലോ. ധ്യാനത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതായിരിക്കും അല്ലേ? എന്തായിരുന്നു വൈകിട്ട് ഡാഡിയുമായൊരു ചർച്ച? സാറിന് ചില ഉപദേശങ്ങൾ കൊടുക്കുമായിരുന്നു. ഉപദേശങ്ങളോ? എന്ത് ഉപദേശങ്ങള്? ഉപദേശമൊന്നും പറയാൻ പറ്റുമോന്നറിയില്ല. പതിവ് പോലെ ചില മുന്നറിയിപ്പുകൾ. എന്തിനെ പറ്റി? ആരെ പറ്റി? ആരെപ്പറ്റി ആയിരിക്കും? പറഞ്ഞാലല്ലേ അറിയൂ. ഒരു വിശാലമായ സഖ്യത്തെ പറ്റിയുള്ള മുന്നറിയിപ്പാ സാറിന് കൊടുത്തത്. വിശാലമായ സഖ്യം എന്ന് പറഞ്ഞാൽ വിശാലിൽ തുടങ്ങി ഡോക്ടർ സുനിതയിൽ അവസാനിക്കുന്ന സഖ്യം. അതിനിടയ്ക്ക് നിന്റെ അപ്പച്ചി കാഞ്ചനയുണ്ട്. നിനക്കെന്താ ഇതേപ്പറ്റി അഭിപ്രായം? ഞാനെന്താ അഭിപ്രായം പറയാൻ? വെറും കാഴ്ചക്കാരി മാത്രമല്ലല്ലോ നീ ഈ ഗെയിമിൽ. നിന്നെ വട്ടമിട്ടാണല്ലോ പന്തുരുളുന്നത്. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? വേട്ടയാടപ്പെടുന്ന ഇരയ്ക്ക് വേട്ടക്കാരനെ പറ്റി പറയാൻ എന്തെങ്കിലും കാണും. നിന്നോടെന്തെങ്കിലും പഴയ പ്രതികാരം വെച്ച് വിശാൽ പിന്തുടരുന്നത് എനിക്ക് മനസ്സിലാവും. നിന്റെ ഒറ്റ നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ അവനെ നിലയ്ക്ക് നിർത്താവുന്നതും ഒടിച്ചു മടക്കി ഇവിടുന്ന് പാക്ക് ചെയ്യാവുന്നതുമാണ്. അത് നീ ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ അവനെ നീ കഠിനമായി ഭയക്കുന്ന എന്തോ ഒന്നുണ്ട്. എന്തോ ഒരു രഹസ്യം. രഹസ്യോ? എന്ത് രഹസ്യം? ഒരു രഹസ്യമില്ല. നമ്മളായിട്ട് വെറുതെ പ്രശ്നത്തിന് പോയാ സൊസൈറ്റിയില് നമുക്ക് തന്നെയല്ലേ നാണക്കേടുണ്ടാവുന്നത്. അതുകൊണ്ട് അവന്റെ വഴിക്കങ്ങ് വിട്ടേക്കാന്ന് വെച്ചു. നല്ലതാണ്. ഉള്ള ആഴി പോലെ എരിയുമ്പോഴും പറയാൻ മറുപടികൾ കരുതി വയ്ക്കുന്നത് വളരെ നല്ലതാ. നിന്നെ വിശാല് പിന്തുടരുന്നതിൽ നിനക്ക് പരാതി കാണില്ല, ഭയവും കാണില്ല. പക്ഷേ എന്തിന് ശ്രുതിമോളെ നോട്ടവിടുന്നു? അതിന്റെ കാരണം എന്താണ്? ഇനി വിളിക്കുമ്പോ അവനോട് പറയണം, ശ്രുതിമോളെ വെറുതെ വിട്ടിട്ട് നിന്റെ ഭർത്താവ് ഡോക്ടർ നിരഞ്ജനെ ടാർഗറ്റ് ചെയ്യാൻ. അല്ലാതെ മോളെ നിന്റെ മുമ്പിൽ നിന്ന് അരനിമിഷമെങ്കിലും മാറ്റി നിർത്തി നിന്നെ ഭയപ്പെടുത്തുന്നതിന് പിന്നിൽ അവന് കൃത്യവും വ്യക്തവുമായ മറ്റൊരു അജണ്ടയുണ്ട്. ആ ഹിഡൻ അജണ്ട എന്താണെന്ന് ഞാൻ കണ്ടെത്തുകയും ചെയ്യും. അതിന്റെ കാര്യവും കാരണവും നിന്നെ അറിയിക്കുകയും ചെയ്യും. കാരണമൊന്നുമില്ല. ചിലതൊക്കെ പറയാതെ കേൾക്കാനും കേൾക്കാതെ അറിയാനും എനിക്ക് കഴിയുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. നോക്കാം എവിടെ വരെ പോകുമെന്ന്. ചരട് ഞാൻ പരമാവധി അയച്ചു വിട്ടേക്കുക. ചരട് തിരിച്ചു വലിക്കേണ്ടടുത്ത് വലിക്കുകയും മുറുക്കേണ്ടടുത്ത് മുറുക്കുകയും ചെയ്യാൻ എനിക്കറിയാം. ആർക്കൊക്കെ ശ്വാസം മുട്ടുമെന്നും ആരൊക്കെ കണ്ണുമിഴിക്കുമെന്നും കണ്ടറിയാം.
ഡോക്ടർ, ഞാൻ ഇത്തിരി വൈകും. ഒരു അരമണിക്കൂർ. വേറൊന്നുമല്ല, അമ്മയുടെ ഓർമ്മ ദിവസാ. വരുന്ന വഴിക്ക് എനിക്കൊന്ന് അമ്പലത്തിൽ കയറണമായിരുന്നു. ആ, താങ്ക് യു ഡോക്ടർ. ഇതാരപ്പ ഇത്ര രാവിലെ? ഹായ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്തൊരു തണുത്ത ഗുഡ് മോർണിംഗ് ആ ദേവികെ. ഒരുമാതിരി ഐസ് വെള്ളത്തിൽ വീണ കോഴിക്കുഞ്ഞു കിടന്ന് വിറയ്ക്കുന്ന പോലെ. ആ സാരമില്ല, പകരം നല്ല കടുപ്പത്തില് ചൂടുള്ള ഒരു കട്ടക്കാപ്പി തന്നാ മതി. അതും ദേവികയുടെ കൈകൊണ്ടിട്ടത്. എന്തിനാ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്ന്? ഷടാ, അത് കൊള്ളാം. എനിക്കെന്താ ഇങ്ങോട്ട് വന്നൂടെ? ഇത് എന്റെയും കൂടി വീടല്ലേ? സുധിയേട്ടൻ വരാൻ പറഞ്ഞു, ഞാൻ വന്നു, അത്ര തന്നെ. സുധിയേട്ടൻ ഇങ്ങോട്ട് വരാൻ സുധിയേട്ടൻ പറഞ്ഞേ, ഞാൻ വന്നു, ദാറ്റ്സ് ഓൾ. ആ, എനിക്ക് ഇവിടുത്തെ അച്ഛനും അമ്മയും ഒന്ന് കാണണം. എന്തിന്? കാര്യമുണ്ടെന്നേ. ആ കാര്യം എനിക്ക് അവരോട് പറയാനുള്ളതാ, അവരോട് തന്നെ ചോദിക്കാനുള്ളതാ. അതെന്താണെന്നാ ഞാൻ ചോദിക്കുന്നേ? എന്റെ ചോദ്യം പറച്ചിലൊക്കെ നല്ല സ്ഫുടമായ ഭാഷയില് ഉച്ചത്തിലായിരിക്കും. അപ്പോ ദേവിക്ക് കേൾക്കാലോ. പറ്റത്തില്ല, എനിക്കിപ്പോ അറിയണം. എന്താ ഇപ്പൊ അവരോട് പറയാൻ പോകുന്നേ? ഷടാ, ഇത് കൊച്ചു കുട്ടികളെക്കാളും വലിയ കഷ്ടമായല്ലോ. ശരി, ഞാൻ പറയാം. ഈ വീട്ടില് ഒരു വിളക്കുണ്ട്, നിറഞ്ഞു കത്തി പ്രകാശം പരത്തുന്ന ഒരു വിളക്ക്. ആ വിളക്ക് എനിക്ക് തരുമോ എന്ന് ചോദിക്കാനാ ഞാൻ വന്നത്. മുൻപോട്ടുള്ള എന്റെ യാത്രയ്ക്ക് വെളിച്ചം പകരാനായിട്ട്. ദൈവത്തെ ഓർത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. തിരിച്ചു പോ പ്ലീസ്. അല്ല, ആരത്? സിദ്ധാർത്ഥനോ? പാർവതിയേ, എന്താ മോനെ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞ? വാ, അകത്തേക്ക് വാ. വാ പാർവതിയേ, വാ. പാർവതി, പാർവതി നോക്കിയേ, ആളെ മനസ്സിലായില്ലേ? എനിക്കെന്താ ആളെ മനസ്സിലാവാതിരിക്കോ? എന്റെ സുധിമോൻ